നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ തനിക്ക് പങ്കില്ലെന്ന നിലപാടിൽ എഡിജിപി എം.ആർ. അജിത് കുമാർ. രേഖകൾ തിരുത്താൻ താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് അജിത് കുമാർ നൽകുന്ന വിശദീകരണം. കേസിലെ രേഖകൾ തിരുത്താൻ താൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും കേസിൽ ഇടപെടാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അജിത് കുമാർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അനൌദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നത്. കേസിൽ തന്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും തനിക്കിതുമായി ബന്ധമില്ലെന്നുമാണ് അജിത് കുമാറിന്റെ വിശദീകരണം. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പ്രഖ്യാപിച്ച പുനരന്വേഷണത്തിലാണ് എഡിജിപിയുടെ ഇടപെടലുകൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. ആലപ്പുഴയിലെ മർദ്ദനക്കേസ് അട്ടിമറിക്കാൻ എഡിജിപി കൃത്യമായ ഇടപെടൽ നടത്തിയെന്ന് അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി മൊഴിയെടുക്കണമെന്ന നിർദ്ദേശം അവഗണിക്കപ്പെട്ടതും എഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അന്നത്തെ ഡിവൈഎസ്പി മൊഴി നൽകിയിട്ടുണ്ട്. അട്ടിമറി സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പോലീസ് മേധാവിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം കേസ് അട്ടിമറിക്കാൻ ഫയലുകൾ ഉൾപ്പെടെ തിരുത്താൻ ശ്രമിച്ച എഡിജിപിയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിനും കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കുമെതിരെ ആഭ്യന്തര വകുപ്പിന്റെ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന. നിലവിൽ രമേശ് ചെന്നിത്തല തലവനായുള്ള ആഭ്യന്തര വകുപ്പ് എഡിജിപിക്കെതിരെ ശക്തമായ വകുപ്പ് തല നടപടികളിലേക്ക് നീങ്ങാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന കേസ് രാഷ്ട്രീയ ലക്ഷ്യം വച്ചെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. തങ്ങൾക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വച്ചുള്ളതാണെന്നും കേസിന് പിന്നിൽ രാഷ്ട്രീയ വ്യക്തിവിരോധമാണെന്നും ഗൺമാൻമാർ കോടതിയെ ബോധിപ്പിച്ചു. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചു വരികയും വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു. Z+ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണിയുണ്ടായ സാഹചര്യത്തിലാണ് ഇടപെട്ടത്. നടന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. ആദ്യ അന്വേഷണ റിപ്പോർട്ടിലും തങ്ങൾ ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവുമില്ല. ഔദ്യോഗിക ജീവിതം തകർക്കാനും അതുപോലെ പൊതുസമൂഹത്തിൽ അപമാനിതരാക്കാനും ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. ഇതാണ് മുൻകൂർ ജാമ്യ ഹർജിയിലെ പരാമർശം.